Good morning. Good morning, Miss. Good morning, Good Miss. morning, Miss. Good morning, Good morning, ma'am. Good morning, ma'am. എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ? എളുപ്പമായിരുന്നോ? റിസൾട്ട് ഉടനെ വരുമോ? കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ, അടുത്ത ദിവസം തന്നെ ഇടും കേട്ടോ. ഇട്ടുതരും കേട്ടോ, പബ്ലിഷ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ അല്ലെ? ഇപ്പൊ എക്സാം ഒക്കെ എങ്ങനെയായിരിക്കും, എന്താണ് ഇതിന്റെ ഫോമാറ്റ്, കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഐഡിയ കിട്ടിയല്ലോ. ഒരു മോഡൽ പോലെ നിങ്ങൾ എഴുതാൻ മതി കേട്ടോ. അപ്പൊ ഈ എക്സാമിലൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നെക്സ്റ്റ് എക്സാമിലേക്ക് ആവുമ്പോഴേക്കും അതൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മളിന്ന് തേർഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ 1 and 2 നമ്മൾ കഴിഞ്ഞു, എക്സാമും കഴിഞ്ഞിരിക്കുന്നു. ഇനി 3rd and 4th മോഡ്യൂൾ ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ 3rd and 4th മോഡ്യൂൾ എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. 1 and 2 മോഡ്യൂൾസിൽ നമ്മൾ കുറെ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചും അതിന്റെ ഫംഗ്ഷൻസിനെ കുറിച്ചും ഒക്കെയാണ് പ്രധാനമായിട്ടും പഠിച്ചത് അല്ലെ? 1 and 2 മോഡ്യൂൾസിൽ കൂടുതലും ഡിപ്പാർട്ട്മെന്റ്സുകളും അതിന്റേതായിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും അല്ലേ പഠിച്ചത്. അതേസമയം 3rd and 4th മോഡ്യൂളിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പഠിക്കുന്നത്. നമ്മൾ അവിടെ ഡിപ്പാർട്ട്മെന്റ് പഠിച്ച പോലെ തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് പരിചയമില്ലാത്ത അതെന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ്, അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അത് കണ്ടിട്ടെങ്കിലും ഉണ്ട് അല്ലെ? അല്ലെങ്കിൽ മിക്ക ഡിപ്പാർട്ട്മെന്റുകളിൽ നമ്മൾ പോയിട്ടെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിലെ കാര്യങ്ങൾ കുറച്ചധികം ഫെമിലിയർ ആയിരുന്നു. അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ട് ആ ഒരു 1 and 2 മോഡ്യൂൾസിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതേസമയം 3rd and 4th മോഡ്യൂളിൽ പുതിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അത് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഒരുപാട് പേടിപ്പിക്കാൻ പറയുന്ന ഒന്നല്ലേ, ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഒന്ന് കുറച്ചും കൂടി സമയം കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങളുടേതായ എഫേർട്ട് വേണ്ട ഒരു സെക്ഷൻ ആണ് 3rd and 4th മോഡ്യൂൾ എന്ന് പറയുന്നത്. ഇപ്പൊ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നുണ്ട്, ആ സമയത്ത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അത് അവിടെ ആ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് അവിടെ എടുത്ത് വെക്കുകയല്ല വേണ്ടത്. മറിച്ച് എന്താണ്, നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ടൈമുകളിൽ അറ്റ്ലീസ്റ്റ് ഏറ്റവും നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള കാര്യം അന്ന് തന്നെ ഒന്നുകൂടി ഒന്ന് വായിച്ചു വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ക്ലാസ് കണ്ടിട്ടുണ്ട്, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഓർമ്മ നമുക്ക് ഉണ്ടാവും അല്ലെ? ടീച്ചേഴ്സ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ഒരു ഓർമ്മയുണ്ടാവും. അപ്പൊ അതൊന്നും കൂടി നിങ്ങൾ വായിക്കുമ്പോൾ അത് കുറച്ചും കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് അത് കയറാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ അത് 1-2 ദിവസം അതൊന്ന് വായിച്ചിട്ട് വെക്കുകയാണെങ്കിൽ അത് എന്താണ് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി ഇരിക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇതിന്റെ അടുത്ത് കുറെ കുറച്ച് അല്ലെങ്കിൽ 1-2 മാസം നമ്മൾ എക്സാം ആകുമ്പോഴേക്കും എടുത്ത് നോക്കുമ്പോൾ ഇതൊന്നും പരിചയമില്ലാത്ത രീതിയിൽ തന്നെ ഒരു എന്താണ് നമുക്ക് ഒരു അൺഫെമിലിയർ ആയുള്ള രീതിയിൽ ഇരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കേട്ട് കണ്ട് പരിചയമില്ലാത്ത കാര്യങ്ങൾ ആയതുകൊണ്ടാണ് അതിന്റെ ബുദ്ധിമുട്ട്. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കുക, ക്ലാസ്സുകൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടേതായ എഫേർട്ട് എടുത്ത് അതൊന്നും കൂടി എന്ത് ചെയ്യുക, 2ാമതോ 3ാമതോ ഒക്കെ ഒന്ന് വായിച്ചതൊന്ന് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഓരോ ക്ലാസ്സുകളിലും കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ടീച്ചേഴ്സ് വരുമ്പോൾ അത് ചോദിക്കാം കേട്ടോ. ഒരുമിച്ച് അല്ലാതെ ലാസ്റ്റത്തേക്ക് ഒന്നും വെക്കേണ്ട. കഴിഞ്ഞ ക്ലാസ്സിലോ ഓരോ ദിവസവും നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകൾ അതന്നെ എടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു പോർഷൻ സെറ്റ് ചെയ്യുക, വായിക്കാം, വായിച്ച് മനസ്സിലാക്കുക. എപ്പോഴും നിങ്ങൾ വായിക്കേണ്ടിയിരിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു കോൺസെൻട്രേഷനോട് കൂടി ഇരിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് നിങ്ങൾ എടുക്കുന്നുള്ളൂ എങ്കിൽ പോലും ആ ഒരു 10 മിനിറ്റ് യൂസ്ഫുൾ ആവണം എന്നുള്ള രീതിയായിരിക്കണം കേട്ടോ. അല്ലാതെ വെറുതെ നമ്മൾ പോയിരുന്ന് വായിക്കാന്ന് അല്ലെങ്കിൽ വെറുതെ ടെക്സ്റ്റ് തുറന്നു വെച്ചിട്ടൊരു കാര്യമില്ല അല്ലെ? അപ്പൊ അതൊന്ന് കോൺസെൻട്രേറ്റഡ് ആയിട്ടിരുന്ന് വളരെ ശ്രദ്ധയോട് കൂടി ഒന്ന് വായിക്കാം. എന്നിട്ട് മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ആവാത്തതോ ഉള്ള പോർഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിലെ ടീച്ചേഴ്സ് വരുന്ന സമയത്ത് അതായത് ടീച്ചേഴ്സിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യാനും ശ്രമിക്കുക കേട്ടോ. അപ്പൊ അത് നിങ്ങളുടേതായ രീതിയിൽ ചെയ്യേണ്ട ഒരു എഫേർട്ടാണ്. 3rd and 4th മോഡ്യൂളിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് ഒന്നുമില്ല, ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ അത് അപ് ടു ഡേറ്റ് ആയിട്ടൊന്ന് പഠിച്ചു പോയാൽ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ കുറച്ചധികം ചാപ്റ്റേഴ്സും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് 3rd മോഡ്യൂളിലെ 4th ചാപ്റ്റർ ആണ് പബ്ലിക് റിലേഷൻ ഇൻ ഹോസ്പിറ്റൽ കേട്ടോ. പബ്ലിക് റിലേഷൻ ഇൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് മിസ് ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത് കേട്ടോ. 4th ചാപ്റ്റർ പബ്ലിക് റിലേഷൻ ഇൻ ഹോസ്പിറ്റൽ. കേട്ടിട്ടുണ്ടോ? എന്താണ് ഒരു പബ്ലിക് റിലേഷൻ? എന്താണ് ഒരു പബ്ലിക് റിലേഷൻ? അതിൽ നിന്ന് തന്നെ തുടങ്ങാലോ അല്ലെ? എന്താണ് ഒരു പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാല്? ഇവിടെ ആരുമായി ബന്ധപ്പെട്ട പബ്ലിക് റിലേഷൻ ആണ്? ഒരു ഹോസ്പിറ്റലിന്
പബ്ലിക്കുമായിട്ട് നല്ലൊരു പൊതുജന ബന്ധം ഉണ്ടായിരിക്കണം. വേണ്ടേ? ഹോസ്പിറ്റലിൽ മാത്രമല്ല, ഏതൊരു സ്ഥാപനം, ഏതൊരു ബിസിനസ് സ്ഥാപനം, ഹോസ്പിറ്റലും ഒരു ബിസിനസ് കാറ്റഗറിയിൽ വരുന്നുണ്ട് അല്ലെ. ഒരു ബിസിനസ് പരമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. നമ്മൾ പ്രത്യക്ഷത്തിലല്ല എങ്കിൽ എന്ന് പറയുമെങ്കിൽ പോലും ആണ് അല്ലെ. പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് മിക്ക സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. അപ്പൊ ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അത് നന്നായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ എന്ത് വേണം? നല്ലൊരു പൊതുജന ബന്ധം അല്ലെങ്കിൽ ഒരു നല്ലൊരു പബ്ലിക് റിലേഷൻ ആവശ്യമായിട്ട് വരുന്നില്ലേ? പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു നല്ലൊരു പൊതുജന ബന്ധം നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റലിന്റെ കേസിൽ, ശരിയല്ലേ? ഒരു ഹോസ്പിറ്റലിന്റെ നിലനിൽപ്പ് ആരിലാണ് ആശ്രയിച്ചിരിക്കുന്നത്? ഒരു ഹോസ്പിറ്റലിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ആരെ ആശ്രയിച്ചാണ്? അവിടെ വരുന്ന പേഷ്യൻസ് അല്ലെ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് എന്ന് നമുക്ക് പറയാം അല്ലെ. ഹോസ്പിറ്റലിലെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് പേഷ്യൻസ് തന്നെയാണ് അല്ലെ. അപ്പൊ പേഷ്യൻസിനെ ആശ്രയിച്ചാണ് ഒരു ഹോസ്പിറ്റൽ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ പേഷ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക് ആണ് അല്ലെ. പൊതുജനങ്ങളിൽ നിന്നാണ് ഈ പേഷ്യൻസ് വരുന്നത് അല്ലെ. ആ പബ്ലിക്കുമായിട്ട് നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് അല്ലേ കൂടുതൽ പേഷ്യൻസ് വരുള്ളൂ അല്ലെ. അല്ലെങ്കിൽ വരില്ലല്ലോ. നമ്മളാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട, നമ്മളോട് നല്ല രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ പിന്നെയും നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അതേ ഹോസ്പിറ്റലിൽ തന്നെ ആശ്രയിക്കും. അല്ല എങ്കിലോ നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് പോവില്ല, ശരിയല്ലേ? അപ്പൊ എപ്പോഴും ഒരു ഹോസ്പിറ്റലിന് നല്ലൊരു പബ്ലിക് റിലേഷൻ ആവശ്യമായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം പബ്ലിക് റിലേഷന്റെ ഫാദറുമായി ബന്ധപ്പെട്ട ആരാണ് പബ്ലിക് റിലേഷന്റെ ഫാദർ, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ബുക്ക് മുതലായ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഒരു 2 ഡെഫിനിഷൻ പഠിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പിന്നീട് പഠിക്കാൻ പോകുന്നത് ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു പബ്ലിക് റിലേഷൻ ആവശ്യകതകൾ എന്താണ്, ഏതൊക്കെ മെത്തേഡുകളിലൂടെ നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ലൊരു പബ്ലിക് റിലേഷൻ ഓഫീസർ കേട്ടിട്ടുണ്ടാവുമല്ലോ, PROs എന്നൊക്കെ അല്ലെ, പബ്ലിക് റിലേഷൻ ഓഫീസേഴ്സ് ഒക്കെ ഉണ്ട് അല്ലെ ഹോസ്പിറ്റലിൽ. അത്തരത്തിലുള്ള വ്യക്തിയുടെ ക്വാളിറ്റി എന്താണ്, അവരുടെ ആ ഒരു റോൾ എന്താണ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ വളരെ ചെറിയൊരു ചാപ്റ്റർ ആണെന്ന് പറയില്ല, പക്ഷെ പഠിച്ചെടുക്കാൻ എളുപ്പമാണ്. അത് ഒരുപാട് ടേംസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടോ. നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, നമ്മൾ കണ്ടു കേട്ട് പരിചയമുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പബ്ലിക് റിലേഷൻ ഇൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്റർ കേട്ടോ. അപ്പൊ ഫസ്റ്റ് മിസ് ഒരു ബോക്സ് ആണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ബോക്സിൽ അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് ക്ലിയർ അല്ല എങ്കിൽ മിസ് വായിക്കുന്ന സമയത്ത് ഒന്ന് എഴുതി വെക്കുക കേട്ടോ. എഴുതിയെടുക്കോ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്യോ, എന്താണ് സൂം ചെയ്ത് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കോ, എങ്ങനെയാണ് നിങ്ങൾക്ക് സൗകര്യം പോലെ കേട്ടോ. അപ്പൊ ചില ബോക്സുകളൊക്കെ ചിലപ്പോ ചില കുട്ടികൾ പറയാറുണ്ട് മിസ്സേ ക്ലിയർ അല്ല എന്ന് പറയുന്ന സമയത്ത് അവരൊന്നുമില്ലെങ്കിൽ അവരുടെ ടെക്സ്റ്റിൽ ഏത് പോയിന്റ്സ് ആണോ ക്ലിയർ അല്ലാത്തത് അത് നോട്ട് ചെയ്ത് വെക്കാനാണ് കേട്ടോ പതിവ്. അപ്പൊ നിങ്ങൾക്ക് പിന്നീട് വായിക്കുമ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ അതിന് പ്രത്യേകമായിട്ട് മിസ് പറയില്ല. നിങ്ങൾക്ക് ഓരോരുത്തരുടെയും ടെക്സ്റ്റുകൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവാത്തിട്ടുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇതില് ബോക്സില് ഹു വാസ് എഡ്വേർഡ് ബെർണൈസ്, ആരാണ് എഡ്വേർഡ് ബെർണൈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ എഡ്വേർഡ് ബെർണൈസ് ആരാന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ, അതായത് ഈ എഡ്വേർഡ് ബെർണൈസിന്റെ കാലഘട്ടമാണ് 1891, 1891 to 1995, about not 4 years, 104 വർഷത്തോളം ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എഡ്വേർഡ് ബെർണൈസ്. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടമാണ് അല്ലെങ്കിൽ ജീവിത കാലയളവാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ അങ്കിളിന്റെ പേരാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. കേട്ടിട്ടുണ്ടോ ഈ ഒരു പേര്? സിഗ്മണ്ട് ഫ്രോയിഡ് കേട്ടിട്ടുണ്ടോ ഈ ഒരു പേര്? കേട്ടിട്ടുണ്ട്. ആരാണ് സിഗ്മണ്ട് ഫ്രോയിഡ്? അല്ലെങ്കിൽ ഏത് മേഖലയിലാണ് അദ്ദേഹം പ്രശസ്തരായിട്ടുള്ളത്? കേട്ടിട്ട് മാത്രമല്ലോ. ഏത് മേഖലയിലാണ്, അല്ലെങ്കിൽ എന്തിന്റെ ബേസിസിലാണ് നിങ്ങൾ ഇത് കേട്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പേര്? സൈക്കോളജി അല്ലെ. ലോക പ്രശസ്തനായിട്ടുള്ള ഒരു മനഃശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം, സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന വ്യക്തി. അത് എന്താണെന്നും ചോദിക്കില്ല, എന്നാലും ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ അദ്ദേഹത്തെ ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹം ലോക പ്രശസ്തനായിട്ടുള്ള ഒരു മനഃശാസ്ത്രജ്ഞനാണ്. അപ്പോ അദ്ദേഹം ഈ ഒരു എഡ്വേർഡ് ബെർണൈസിന്റെ അങ്കിളാണ് കേട്ടോ, അമ്മാവനാണ്, അങ്കിളാണ്
എഡ്വേർഡ് ബെർണൈസിന്റെ അങ്കിൾ ആരാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ്. നേരെ തിരിച്ച് അദ്ദേഹത്തിന്റെ ഈസ് ആരാണെന്ന് ചോദിച്ചാൽ അത് എഡ്വേർഡ് ബെർണൈസ് ആണ്. രണ്ട് രീതിയിലും ചോദിക്കാം. ഇനി ആരാണ് എഡ്വേർഡ് ബെർണൈസ് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കാൻ പോവാണ്. എഡ്വേർഡ് ബെർണൈസ് ഈ ഭാഗത്ത് ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. അപ്പൊ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് മിസ് ഇത് പഠിച്ചു കഴിയുമ്പോൾ ചോദിച്ചു കണ്ടിരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പറഞ്ഞുതരാം. ദ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷന്റെ ഫാദർ അല്ലെങ്കിൽ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എഡ്വേർഡ് ബെർണൈസ്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച സെന്റൻസ്, ദ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ അല്ലെങ്കിൽ പബ്ലിക് റിലേഷന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എഡ്വേർഡ് ബെർണൈസ് എന്ന് പറയുന്ന അദ്ദേഹം. He coined the public relation council. ഇദ്ദേഹമാണ് പബ്ലിക് റിലേഷൻസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട് പബ്ലിക് റിലേഷൻസ് കൗൺസിൽ രൂപീകരിച്ചത് അല്ലെങ്കിൽ ആദ്യമായി രൂപീകരിച്ച ഒരു വ്യക്തി കൂടിയാണ് എഡ്വേർഡ് ബെർണൈസ് എന്ന് പറയുന്ന വ്യക്തി. Who brought first PR book crystallizing public opinion. ഇദ്ദേഹം പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് എഴുതിയ ഒരു ബുക്കാണ് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ആ ഒരു ബുക്കിന്റെ പേരൊന്ന് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ക്രിസ്റ്റലൈസിംഗ് പബ്ലിക്, ആ പേര് ഇപ്പൊ തന്നെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് PR ബുക്കാണ്. അതായത് പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയ ആദ്യത്തെ ബുക്കാണ് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. വളരെ ഫെമിലിയർ ആയിട്ടുള്ള ബുക്കാണ് കേട്ടോ. He taught first PR course at New York University. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ട് നമ്മുടെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി PR കോഴ്സ് ഇദ്ദേഹം പഠിപ്പിക്കുകയും ചെയ്തു. And first to call himself PR professional. ഇദ്ദേഹത്തെ തന്നെ സ്വയം എന്തെന്നാണ് വിശേഷിപ്പിച്ചത്? PR professional എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ആ രണ്ട് ബോക്സിലും എഡ്വേർഡ് ബെർണൈസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പൊ എഡ്വേർഡ് ബെർണൈസ് എന്ന് പറഞ്ഞാൽ ആരാ എഡ്വേർഡ് ബെർണൈസ്? എന്തിന്റെ ഫാദർ എന്താ അറിയപ്പെടുന്നത്? ഇപ്പൊ തന്നെ പഠിച്ചു പോണേ. ആരാണ് എഡ്വേർഡ് ബെർണൈസ്? ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ അല്ലെ. പബ്ലിക് റിലേഷൻ അല്ലെങ്കിൽ പബ്ലിക് റിലേഷന്റെ ഫാദർ അല്ലെങ്കിൽ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എഡ്വേർഡ് ബെർണൈസ്. അദ്ദേഹത്തിന്റെ PR-മായി ബന്ധപ്പെട്ട് പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയ ആദ്യത്തെ ബുക്ക് ഏതാ? ഫസ്റ്റ് ബുക്ക്. ആ പേരും പഠിച്ചു വെക്കണം കേട്ടോ, മറന്നു പോകരുത്. ഏത് ബുക്കാണ്? ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ കേട്ടോ. ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ കേട്ടോ. ഈ രണ്ട് പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. രണ്ടെണ്ണം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേ. വെരി ഇമ്പോർട്ടന്റ് തന്നെ നോക്കണം കേട്ടോ. എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ മൂന്നാമതായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അദ്ദേഹത്തിന്റെ അങ്കിളിന്റെ പേര് എന്താണെന്നുള്ളത്. അങ്കിളിന്റെ പേര് എന്താ? എഡ്വേർഡ് ബെർണൈസിന്റെ അങ്കിളിന്റെ പേര് എന്താണ്? അദ്ദേഹത്തിന്റെ അങ്കിളിന്റെ പേര്? സിഗ്മണ്ട് ഫ്രൂയിഡ് അല്ലെ. വെരി ഗുഡ്, സിഗ്മണ്ട് ഫ്രൂയിഡ് കേട്ടോ. ഈ മൂന്ന് ക്വസ്റ്റ്യനും എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചു കണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്തിൽ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഈ ചാപ്റ്ററിൽ നിന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മൂന്നെണ്ണവും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഈ ബോക്സ് ആണല്ലോ എന്ന് വിചാരിച്ചു. ഈ ചാപ്റ്ററിൽ കുറെ ഇങ്ങനെ ബോക്സുകളായിട്ട് നമ്മൾ പഠിക്കുന്നത്. ബോക്സ് ആണല്ലോ എന്ന് വിചാരിച്ച് ഒരിക്കലും മാറ്റി കളയരുത്. ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പൊ എഡ്വേർഡ് ബെർണൈസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ, നമ്മുടെ പബ്ലിക് റിലേഷന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എഡ്വേർഡ് ബെർണൈസ്. അദ്ദേഹത്തിന്റെ ജീവിത കാലയളവാണ് 1891 to 1995. 104 വർഷത്തോളം ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എഡ്വേർഡ് ബെർണൈസ്. അദ്ദേഹത്തിന്റെ അങ്കിളിന്റെ പേരാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. ഈ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ലോക പ്രശസ്തനായിട്ടുള്ള ഒരു മനഃശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് ഒക്കെ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹം എഡ്വേർഡ് ബെർണൈസിന്റെ അങ്കിളാണ്. അതുപോലെ ഈ എഡ്വേർഡ് ബെർണൈസ് പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട കൗൺസിൽ ആദ്യമായി രൂപീകരിക്കുകയുണ്ടായി. അതുപോലെ അദ്ദേഹത്തിന്റെ പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട് എഴുതിയ ആദ്യ ബുക്കാണ് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. അതുപോലെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ട് PR കോഴ്സ് പഠിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ സ്വയം എന്തെന്ന് വിശേഷിപ്പിച്ചു? PR പ്രൊഫഷണൽ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ആ മൂന്ന് പോയിന്റ്സ് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. അങ്കിളിന്റെ പേര്, അതുപോലെ തന്നെ ഫാദർ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ, പബ്ലിക് റിലേഷൻ എന്നറിയപ്പെടുന്നത് ആരാണ്, അതുപോലെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ PR ബുക്ക് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. വേഗം ഒന്ന് നോട്ട് ചെയ്തിട്ട് ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഭാഗം.
വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഓ ശരി. നെക്സ്റ്റ് നമ്മള് 2 ഡെഫിനിഷൻസ് പഠിക്കുന്നുണ്ട്. അപ്പൊ അതില് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എപ്പോഴും ചോദിച്ചു കണ്ടിരിക്കുന്ന ഡെഫിനിഷൻ ഫസ്റ്റ് ഡെഫിനിഷൻ ആണ് കേട്ടോ. അത് ആരുടെ ഡെഫിനിഷൻ ആണെന്ന് ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ജോൺ മില്ലറ്റ്. ജോൺ മില്ലറ്റിന്റെ ഡെഫിനിഷൻ ആണ്. അതുപോലെ തന്നെ ഇത് എന്തിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ ആണെന്ന് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണെന്ന് എഴുതി വെക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അത് മിസ് പറഞ്ഞുതരാം, എടുക്കുന്ന സമയത്ത് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇവിടെ ആ ഒരു ഫസ്റ്റ് ഡെഫിനിഷൻ ആണ് സാധാരണ ചോദിച്ചു കണ്ടിരിക്കുന്നത്. ഇത് ആരുടെ ഡെഫിനിഷൻ ആണെന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേര് ഒന്ന് പഠിച്ചു വെച്ചേക്കണേ, ജോൺ മില്ലറ്റ് കേട്ടോ. അപ്പൊ അതില് ഫസ്റ്റ് ഡെഫിനിഷൻ നോക്കാം നമുക്ക് കേട്ടോ. Public relation means knowing what the public hopes for and explaining how administration is satisfying these desires. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു പബ്ലിക് റിലേഷൻ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥമാക്കുന്നത്? മീൻസ് knowing what the public hopes for and explaining how administration is satisfying these desires. എന്താണ് ഇതിന്റെ അർത്ഥം? പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ അതെ ഇത്ര മാത്രമേ ഉള്ളൂ. പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് ഹോപ്സ്, അതായത് പൊതുജനങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് മനസ്സിലാക്കുകയും and explaining how administration is satisfying these desires. ഇത്തരത്തിലുള്ള അവരുടെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ പ്രതീക്ഷകളെ അവിടുത്തെ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഭരണകൂടം എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ സംതൃപ്തിപ്പെടുത്തുന്നു എന്നതിനുള്ള ഒരു വിശദീകരണമാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. അതായത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു എക്സാമ്പിളോടെ പറയാം. അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റല്, നമ്മളൊരു ഹോസ്പിറ്റലിൽ ഒരുപാട് സർവീസുകൾ നമുക്ക് തരുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത് ഒരുപാട് എക്സ്പെക്ടേഷനോട് കൂടിയല്ലേ, അല്ലെങ്കിൽ ഒരുപാട് ഹോപ്സോട് കൂടിയല്ലേ അല്ലേ? ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയല്ലേ നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നേ? ആണ്. നമുക്ക് നല്ല സർവീസുകൾ കിട്ടും, നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ട്രീറ്റ്മെന്റ് കിട്ടി, നമ്മുടെ അസുഖങ്ങൾ ഭേദമാവും, അങ്ങനെ ഒരുപാട് നമ്മുടെ പ്രതീക്ഷകൾ അല്ലെങ്കിൽ ഹോപ്സോട് കൂടിയാണ് നമ്മൾ അവിടെ പോകുന്നത് അല്ലെ. അപ്പൊ അത്തരത്തില് നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മുടെ പ്രതീക്ഷകൾ എന്താണെന്ന് മനസ്സിലാക്കി അവിടുത്തെ ആ ഒരു ഭരണകൂടം അല്ലെങ്കിൽ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ വിഭാഗം അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റല് നമ്മുടെ ഹോപ്സ് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമുക്ക് നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും സർവീസുകളും നമുക്ക് തരികയാണെന്ന് വിചാരിക്കാം. അതിലൂടെ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാവുന്നുണ്ടോ? പബ്ലിക് റിലേഷൻ ഉണ്ടാവുന്നില്ലേ? ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഓരോരുത്തരും പബ്ലിക്കിന്റെ ഭാഗമാണ് അല്ലെ. അപ്പൊ നമ്മുടെ പബ്ലിക് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അവരുടെ അത്തരത്തിലുള്ള ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എങ്ങനെ തൃപ്തിപ്പെടുത്തുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് പബ്ലിക് റിലേഷൻ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ജോൺ മില്ലറ്റിന്റെ ഒരു ഡെഫിനിഷൻ ഇത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ഒരുപാട് സർവീസുകൾ തരുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരുപാട് ഹോപ്സോട് കൂടി അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയാണ് നമ്മൾ ചെല്ലുന്നത് അല്ലെ. സോ ആ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ വിഭാഗം എന്താണ് ചെയ്യേണ്ടത്? വരുന്ന ഓരോ പബ്ലിക്കിന്റെയും ആ പ്രതീക്ഷകൾ എന്താണ് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അത്തരത്തിൽ അവരുടെ ആഗ്രഹങ്ങളെ നിറവേറ്റുന്ന അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള സേവനങ്ങൾ നൽകുമ്പോൾ നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ലേ? അപ്പൊ അതിന്റെ ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നു, നമ്മൾ പ്രതീക്ഷ രീതിയിലുള്ള നല്ല സർവീസുകളാണ് നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ തന്നതെങ്കിൽ ആ ഹോസ്പിറ്റലുമായിട്ട് നമ്മൾ നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമോ? നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കും അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണോ പബ്ലിക് പ്രതീക്ഷിക്കുന്നത്, ആ പബ്ലിക് അല്ലെങ്കിൽ പൊതുജനങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് അറിയുകയും അതിനനുസരിച്ച് അവിടുത്തെ ആ ഒരു ഭരണകൂടം ആ ആഗ്രഹങ്ങളെ എങ്ങനെ തൃപ്തിപ്പെടുത്തുന്നു എന്നതിനുള്ള ഒരു വിശദീകരണമാണ് പബ്ലിക് റിലേഷൻ എന്നാണ് ജോൺ മില്ലറ്റ് പറയുന്നത്. ക്ലിയർ ആണോ അത്?
മനസ്സിലായോ? ഓക്കെ ആണോ ഫസ്റ്റ് ഡെഫിനിഷൻ? അങ്ങനെയൊന്നും എന്തെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്തൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. നെക്സ്റ്റ് ഡെഫിനിഷൻ പറയട്ടെ? സെക്കൻഡ് വൺ പറയാലോ. സെക്കൻഡ് വൺ ആണ് പബ്ലിക് റിലേഷൻ ഈസ് ആൻ ഓർഗനൈസ്ഡ് പ്രോസസ് ടു ഇൻഫ്ലുവൻസ് പബ്ലിക് ഒപ്പീനിയൻ ത്രൂ സൗണ്ട് ക്യാരക്ടർ ആൻഡ് ജെനുവിൻ പെർഫോമൻസ് ഓൺ ദ ബേസിസ് ഓഫ് മ്യൂച്വലി സാറ്റിസ്ഫാക്ടറി ടു-വേ കമ്മ്യൂണിക്കേഷൻ. എന്താണ് രണ്ടാമത്തേൽ പറയുന്നത്? പബ്ലിക് റിലേഷൻ ഈസ് ആൻ ഓർഗനൈസ്ഡ് പ്രോസസ്. ഇതൊരു സംഘടിത പ്രക്രിയയാണ്. ടു ഇൻഫ്ലുവൻസ് പബ്ലിക് ഒപ്പീനിയൻ, പൊതുജനങ്ങളുടെ അഭിപ്രായത്തെ സ്വാധീനിക്കുന്ന ഒരു സംഘടിത പ്രക്രിയയാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. എന്തിലൂടെ നമുക്ക് പൊതുജന അഭിപ്രായത്തെ സ്വാധീനിക്കാം? സൗണ്ട് ക്യാരക്ടർ, മികച്ച സ്വഭാവം അല്ലെങ്കിൽ നല്ല സ്വഭാവത്തിലൂടെ, അതുപോലെ ജെനുവിൻ പെർഫോമൻസ്, യഥാർത്ഥ പ്രകടനത്തിലൂടെ, on the basis of mutually satisfactory two-way communication, അതുപോലെ തന്നെ രണ്ടു കൂട്ടർക്കും തൃപ്തികരമായിട്ടുള്ള ആശയവിനിമയത്തിലൂടെയും. അപ്പൊ ഇവിടെ എന്താണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്? ഇറ്റ്സ് ആൻ ഓർഗനൈസ്ഡ് പ്രോസസ്. അപ്പൊ നിങ്ങൾ ഇതും ഒരു ഹോസ്പിറ്റലുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. ഒരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് ഒരു ഓർഗനൈസ്ഡ് പ്രോസസ് ആണോ? ഒരു സംഘടിത പ്രക്രിയ അല്ലേ? ആണോ? ഒരു ഹോസ്പിറ്റൽ അത് ഉണ്ടാക്കി എടുക്കുകയല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ സ്വാഭാവികമായിട്ടും നാച്ചുറൽ ആയിട്ട് വരുന്നതാണോ? അല്ല. ഹോസ്പിറ്റൽ അത് ഉണ്ടാക്കി എടുക്കണം. എന്തിലൂടെ അവർക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും? എന്താണ്? ടു ഇൻഫ്ലുവൻസ് പബ്ലിക് ഒപ്പീനിയൻ. എന്താണ്? പൊതുജനങ്ങളുടെ ആ ഒരു അഭിപ്രായത്തെ സ്വാധീനിച്ചുകൊണ്ട്. ശരിയല്ലേ? പൊതുജനങ്ങൾ, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒരുമിച്ച് നമുക്ക് ഒരു പൊതുജനങ്ങളുടെ അഭിപ്രായത്തിലൂടെയല്ലേ നമുക്ക് ആ ഒരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റുക, അല്ലെ? പൊതുജനങ്ങൾ പലവിധമാണ് അല്ലെ? അപ്പൊ അവർക്ക് എല്ലാവർക്കും ഈ ഒരു സ്ഥാപനത്തിനോട് ഒരേപോലെയുള്ള ഒരു അഭിപ്രായം വരുമ്പോഴാണ് നല്ലൊരു പബ്ലിക് റിലേഷൻ ഈ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ അവിടെ അത്തരത്തില് ഒരു പബ്ലിക് ഒപ്പീനിയൻ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ അഭിപ്രായത്തെ സ്വാധീനിക്കുന്ന ഒരു ഓർഗനൈസ്ഡ് പ്രോസസ് അല്ലെങ്കിൽ ഒരു സംഘടിത പ്രക്രിയയാണ് പബ്ലിക് റിലേഷൻ. എന്തിലൂടെ നമുക്ക് നല്ലൊരു പൊതുജന അഭിപ്രായം എടുക്കാൻ പറ്റും? ഒരു ഹോസ്പിറ്റലിനെ പറ്റി പൊതുജനങ്ങൾക്ക് നല്ലൊരു അഭിപ്രായം ഉണ്ടാക്കി എടുക്കണമെങ്കിൽ അത് എന്തിലൂടെയാണ് പറ്റുന്നത്? എന്തിലൂടെയാ? ആ ഹോസ്പിറ്റലിൽ നല്ല രീതിയിലുള്ള സർവീസുകളും കെയറും ട്രീറ്റ്മെന്റുകളും കൊടുക്കുമ്പോഴാണ്, അല്ലെ? അതെ, ജെനുവിൻ ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോഴാണ്. അതുപോലെ മികച്ച ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു സൗണ്ട് ക്യാരക്ടർ, അല്ലെ? നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്നു, അല്ലെ? നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കി നമുക്ക് ചെയ്തു തരുന്നു. ശരിയായ രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളും ശരിയായ രീതിയിലുള്ള രോഗനിർണയങ്ങളും നടത്തി നമ്മുടെ അസുഖങ്ങളെ മാറ്റുന്നു, അല്ലെ? ഇത്തരം കാര്യങ്ങളിലൂടെ അതോടൊപ്പം തന്നെ എന്ത് കാര്യങ്ങളാണെങ്കിലും രണ്ടു കൂട്ടർക്കും, അതായത് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ചെയ്യുന്ന പേഷ്യൻസ് ആയിക്കോട്ടെ, രണ്ടു കൂട്ടർക്കും തൃപ്തികരമായ രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു ആശയവിനിമയത്തിലൂടെയുമാണ് നമുക്ക് ഈ ഒരു പൊതുജന ബന്ധം അല്ലെങ്കിൽ പൊതുജന അഭിപ്രായത്തെ സ്വാധീനിക്കാൻ സാധിക്കുക, അല്ലെ? മനസ്സിലാവുന്നുണ്ടോ മിസ് പറയുന്നത്? ക്ലിയർ ആവുന്നില്ലേ? ഇപ്പൊ പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഓർഗനൈസ്ഡ് പ്രോസസ് ആണ്. ഇതൊരു ഓർഗനൈസ്ഡ് പ്രോസസ് ടു ഇൻഫ്ലുവൻസ് പബ്ലിക് ഒപ്പീനിയൻ. പൊതുജനങ്ങളുടെ അഭിപ്രായത്തെ, എങ്ങനെയുള്ള അഭിപ്രായമാണ് വേണ്ടത്? നല്ല ഹോസ്പിറ്റൽ ആണെന്നുള്ളൊരു അഭിപ്രായം, അല്ലെ? അപ്പോഴാണല്ലോ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റുക, അല്ലെ? നല്ല ഹോസ്പിറ്റലാണ് എന്ന രീതിയിൽ ഒരു അഭിപ്രായം ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംഘടിത പ്രക്രിയയാണ് ഒരു പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. അത് എങ്ങനെ നമുക്ക് നല്ലൊരു അഭിപ്രായം ഉണ്ടാക്കി എടുക്കാൻ പറ്റും? ത്രൂ സൗണ്ട് ക്യാരക്ടർ ആൻഡ് ജെനുവിൻ പെർഫോമൻസ്, അതോടൊപ്പം തന്നെ ഓൺ ദ ബേസിസ് ഓഫ് മ്യൂച്വലി സാറ്റിസ്ഫാക്ടറി ടു-വേ കമ്മ്യൂണിക്കേഷൻ. രണ്ടു കൂട്ടർക്കും തൃപ്തികരമായ രീതിയിലുള്ള ഒരു ആശയവിനിമയത്തിലൂടെയും നമുക്ക് നല്ലൊരു എന്താണ് പബ്ലിക് ഒപ്പീനിയൻ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു മികച്ച ഒരു അഭിപ്രായം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അത്തരത്തില് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു സംഘടിത പ്രക്രിയയാണ് പബ്ലിക് റിലേഷൻ എന്നാണ് രണ്ടാമത്തെ ഡെഫിനിഷനിൽ പറയുന്നത്. ക്ലിയർ ആണോ? സെക്കൻഡ് ഡെഫിനിഷൻ ഓക്കെ, വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. രണ്ടെണ്ണം ഫസ്റ്റ് വൺ നോട്ട് ചെയ്യണേ, ചോദിക്കാറുണ്ട്.
വായിച്ചു കഴിഞ്ഞോ? ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഒന്നുകൂടി പറയണോ? സെക്കൻഡ് ഡെഫിനിഷൻ ആണോ ചോദിച്ചേ? സെക്കൻഡ് ഡെഫിനിഷനിൽ ഇത്ര മാത്രമേ ഉള്ളൂ. പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് ആൻ ഓർഗനൈസ്ഡ് പ്രോസസ് ടു ഇൻഫ്ലുവൻസ് പബ്ലിക് ഒപ്പീനിയൻ. പൊതുജനങ്ങളുടെ അഭിപ്രായത്തെ സ്വാധീനിക്കുന്നതിനുള്ള, അപ്പൊ പൊതുജനങ്ങൾ നല്ലൊരു അഭിപ്രായം ഈ ഹോസ്പിറ്റലിലേക്ക് ഉണ്ടാവണം. ആ ഹോസ്പിറ്റലിനെ കുറിച്ച് നല്ലൊരു പൊതുജന അഭിപ്രായം ഉണ്ടാവണമെങ്കിൽ അത്തരത്തില് പൊതുജനങ്ങളുടെ അഭിപ്രായത്തെ സ്വാധീനിക്കുന്ന ഒരു സംഘടിത പ്രക്രിയയാണ് പബ്ലിക് റിലേഷൻ എന്നാണ് പറയുന്നത്. അപ്പോ നല്ലൊരു പൊതുജന അഭിപ്രായം നമുക്ക് അവിടെ ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ അഭിപ്രായത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കണമെങ്കിൽ അത് എന്തിലൂടെയാണ് സാധിക്കുക? ത്രൂ സൗണ്ട് ക്യാരക്ടർ ആൻഡ് ജെനുവിൻ പെർഫോമൻസ്, ഒരു മികച്ച സ്വഭാവത്തിലൂടെയും അതുപോലെ യഥാർത്ഥ പ്രകടനത്തിലൂടെയും. ആ ഒരു ഹോസ്പിറ്റൽ നൽകുന്ന സർവീസുകളിലും അവരുടെ ബിഹേവിയറിലാണെങ്കിലും എല്ലാം നല്ല മികച്ച രീതിയിൽ നൽകുമ്പോഴാണ് അവിടെ നല്ല രീതിയിലുള്ളൊരു പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാവുക, അല്ലെ? പൊതുജന അഭിപ്രായം മികച്ച ഹോസ്പിറ്റലാണ് എന്ന രീതിയിൽ നല്ലൊരു ഹോസ്പിറ്റൽ ആണെന്നൊരു അഭിപ്രായം ഉണ്ടാവുക, അല്ലെ? അതോടൊപ്പം തന്നെ ഓൺ ദ ബേസിസ് ഓഫ് മ്യൂച്വലി സാറ്റിസ്ഫാക്ടറി ടു വേ കമ്മ്യൂണിക്കേഷൻ, രണ്ടു കൂട്ടർക്കും സംതൃപ്തികരമായിട്ടുള്ള ഒരു ആശയവിനിമയത്തിലൂടെയും നല്ലൊരു പൊതുജന അഭിപ്രായം ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ അഭിപ്രായത്തെ സ്വാധീനിക്കുന്ന ഒരു സംഘടിത പ്രക്രിയയാണ് പബ്ലിക് റിലേഷൻ. ക്ലിയർ ആയോ? അത് മനസ്സിലായോ? ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? നെക്സ്റ്റ് വൺ ആണ് നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷന്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരു ഹോസ്പിറ്റലില് പബ്ലിക് റിലേഷൻ ഉള്ളത് കൊണ്ടുള്ള ആവശ്യകത എന്തൊക്കെയാണ്? അപ്പൊ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടെങ്കിൽ ഒരുപാട് ആവശ്യകതകൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നടത്താറ്. അത് എന്തൊക്കെയാണെന്നുള്ളതാണ് കേട്ടോ നോക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്, enlarge visibility for the hospital, employees, program and services. അപ്പൊ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉള്ള ഒരു സ്ഥാപനമാണെങ്കിൽ, നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അതിലൂടെ ആ ഹോസ്പിറ്റലിന്റെ ആയിക്കോട്ടെ, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ആയിക്കോട്ടെ, അവിടെയുള്ള പ്രോഗ്രാമുകളാവാം, സർവീസുകളാവാം മുതലായവയുടെ ഒരു വിസിബിലിറ്റി അല്ലെങ്കിൽ ദൃശ്യമാനത നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചും അവിടുത്തെ എംപ്ലോയീസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ കുറിച്ചും മറ്റു പ്രോഗ്രാമുകളോ സർവീസുകളോ മുതലായവയെ കുറിച്ചൊക്കെ ഒത്തിരി ആളുകളിലേക്ക് അറിയിക്കാനായിട്ട് അല്ലെങ്കിൽ അറിയാനായിട്ട്, ഈ ഹോസ്പിറ്റലിനെ പറ്റിയാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാനായിട്ട് അത്തരത്തിലുള്ള ഒരു ദൃശ്യമാനത വർദ്ധിപ്പിക്കാനായിട്ട് പബ്ലിക് റിലേഷൻ ഹോസ്പിറ്റലിനെ സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തത്, പൊസിഷൻ ദ ഹോസ്പിറ്റൽ ആസ് എ ഹെൽത്ത് കെയർ ലീഡർ ആൻഡ് അതോറിറ്റി വിത്തിൻ ദ കമ്മ്യൂണിറ്റി ഓർ റീജിയൻ. അതായത് ഇവിടെ ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഒരു നിയർ ബൈ ആയിട്ട് നമ്മൾ എപ്പോഴും പോകുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവില്ലേ? ഉണ്ടോ? നമ്മുടെ എല്ലാവരും നമ്മൾ ഓരോ സ്ഥലത്ത് വ്യത്യസ്തമായ ഇടങ്ങളിലാണല്ലോ. അപ്പൊ നമ്മുടെ ഒരു സ്ഥലത്ത്, നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടിപ്പോകുന്ന ഒരു ഹോസ്പിറ്റലില്ലേ? അതായത് ആ ഭാഗത്തെ അല്ലെങ്കിൽ ആ ഒരു റീജിയനിലെ ഭൂരിഭാഗം പേരും ആ ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും ഡിപ്പെൻഡ് ചെയ്യാറ്, ഇല്ലേ? ഒരുപാട് ഹോസ്പിറ്റലുകൾ ചിലപ്പോൾ ഉണ്ടാവും ആ ഭാഗത്ത്, പക്ഷെ അതിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഹോസ്പിറ്റൽ നമുക്ക് സ്പെഷ്യൽ ആയിരിക്കും, ആണല്ലോ. അപ്പൊ ആ ഹോസ്പിറ്റലിൽ നമ്മൾ ഏത് പൊസിഷനിലാണ് വെച്ചിരിക്കുന്നത്? ഇപ്പോ ഏത് പൊസിഷനിലാണ് വെച്ചിരിക്കുന്നത്? നമ്മുടെ ഹെൽത്ത് കെയർ ലീഡർ അല്ലെങ്കിൽ അധികാരി എന്ന നിലയിലല്ലേ നമ്മൾ വെച്ചിരിക്കുന്നത്, അല്ലേ? അതായത് ഇവിടെ ഇത്ര മാത്രമാണ് പറയുന്നത്. പൊസിഷനിങ് ദ ഹോസ്പിറ്റൽ ആസ് അതെ ഒരു പ്രയോറിറ്റിയിലാണ് വെച്ചിരിക്കുന്നത്, അല്ലെ? അപ്പോ ഹോസ്പിറ്റൽ ആസ് എ ഹെൽത്ത് കെയർ ലീഡർ ആൻഡ് അതോറിറ്റി വിത്തിൻ ദ കമ്മ്യൂണിറ്റി ഓർ റീജിയൻ. ഒരു പർട്ടിക്കുലർ റീജിയൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലെ ഒരു ആരോഗ്യ, നമ്മുടെ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ സംരക്ഷണ നേതാവ്, അതുപോലെ തന്നെ അധികാരി എന്ന പൊസിഷനിലേക്ക് ഒരു ഹോസ്പിറ്റലിനെ സ്ഥാപിക്കാനായിട്ട് നല്ലൊരു പബ്ലിക് റിലേഷൻ വഴി സാധിക്കുന്നുണ്ടോ?
നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് മുൻഗണന കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഓടി ചെല്ലുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവും അല്ലെ? നമ്മുടെ ആ ഒരു റീജിയനിൽ നമ്മൾ താമസിക്കുന്ന ആ ഒരു റീജിയനിൽ ബേസ് ചെയ്യും ഉണ്ടല്ലോ, ഇല്ലേ? ഇല്ലാത്തവരുണ്ടോ? എപ്പോഴും നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എന്ത് കാര്യം വന്നാലും നമ്മൾ ഓടി ചെല്ലുന്ന ഒരു ഹോസ്പിറ്റലിലെ നിയർ ബൈ ആയിട്ട് ഉണ്ട് അല്ലെ? അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് എപ്പോഴും നിങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ പോവാനായിട്ടുള്ള കാരണം? മറ്റു ഹോസ്പിറ്റലുകൾ ഉണ്ടല്ലോ അവിടെ, തൊട്ടടുത്താണ്. പിന്നെ വേറെ എന്താണ് അവിടുത്തെ പ്രത്യേകത? അടുത്ത അതെ, നല്ല സർവീസ് ആണ്, നല്ല കെയറിംഗ് ആണ്, നല്ല ബിഹേവിയർ ആണ്. അങ്ങനെ ഒരുപാട് മാനദണ്ഡങ്ങൾ അല്ലെ നമുക്ക് കിട്ടുന്ന കെയർ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് അല്ലെ? ഒരുപാട് മാനദണ്ഡം. തൊട്ടടുത്താണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മൾ പോകണമെന്നില്ല. നമ്മൾ തൊട്ടടുത്താണ്, നമ്മൾ ഒരു പ്രാവശ്യം പോയി കഴിയുമ്പോൾ നമുക്ക് നല്ല സർവീസ് അല്ല കിട്ടിയതെങ്കിൽ നമ്മൾ പിന്നെ പോവോ? തൊട്ടടുത്താണെങ്കിൽ നമ്മൾ പിന്നെ പോവോ? പോവില്ല അല്ലെ? അപ്പൊ ഒരു കാര്യത്തെ മാത്രം ബേസ് ചെയ്തല്ല നമ്മൾ ഒരു പബ്ലിക് റിലേഷൻ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിനെ വിലയിരുത്തുന്നത്. ഒരുപാട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് അല്ലെ? ഇവിടെ ഈ ഒരു ഹോസ്പിറ്റലിൽ ബെറ്റർ സർവീസ് നൽകുന്നുണ്ടാവും, അത് ശരിയാണ്. ബെറ്റർ സർവീസ് ആയിരിക്കും, നല്ല ബിഹേവിയർ ആയിരിക്കാം. അപ്പൊ അങ്ങനെ ഒരുപാട് മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി തൊട്ടടുത്താണ്, അതും നമ്മൾ നോക്കുന്ന ഒരു മാനദണ്ഡം തന്നെയാണ്. അപ്പൊ അത്തരത്തിലെല്ലാവരും, അപ്പൊ ആ ഒരു റീജിയനിലുള്ള ആളുകളെല്ലാം അവരുടെ ആരോഗ്യ സംരക്ഷണം ഏറ്റെടുത്ത് നടത്തുന്ന ഒരു നേതാവ്, അതുപോലെ ഒരു അധികാരി എന്ന നിലയിൽ ആ ഒരു ഹോസ്പിറ്റലിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ? അത്തരത്തില് ഒരു ഹോസ്പിറ്റലിനെ ആ ഒരു പൊസിഷനിലേക്ക് എത്തിക്കണമെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന സ്ഥാപനമായിരിക്കണ്ടേ? അല്ല എങ്കിൽ നമ്മൾ ആരും പോവാൻ പോവില്ല അല്ലെ? ഹോസ്പിറ്റലിലേക്ക് പോവില്ല. അപ്പൊ അത്തരത്തില് പബ്ലിക് റിലേഷൻ ആ ഒരു പൊസിഷനിലേക്ക് ഹോസ്പിറ്റലിനെ എത്തിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തത് ഇൻക്രീസ് അവയർനെസ് ഓഫ് ദ ഹോസ്പിറ്റൽ ടോട്ടൽ റേഞ്ച് ഓഫ് പ്രോഗ്രാം ആൻഡ് സർവീസസ്. നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള എല്ലാ തരത്തിലുമുള്ള പ്രോഗ്രാംസ് ആയിക്കോട്ടെ, സർവീസുകളെ കുറിച്ചൊക്കെ പൊതുജനങ്ങളില് നല്ലൊരു അവയർനെസ് അല്ലെങ്കിൽ ഒരു അവബോധം നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റില്ലേ? പറ്റുമോ? നല്ലൊരു പബ്ലിക് റിലേഷൻ ഉള്ള സ്ഥാപനമാണ് എങ്കിൽ നമ്മൾ തന്നെ പലരോടും പറയാറില്ലേ, ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നല്ല സർവീസും നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മൾ തിരിച്ചു പോരുന്നതെങ്കിൽ മറ്റുള്ളവരോട് റെക്കമെൻഡ് ചെയ്യാറില്ലേ? നിങ്ങൾ പറയാറില്ലേ? ഫ്രണ്ട്സിനോടോ റിലേറ്റീവ്സിനോടോ ഒക്കെ പറയാറില്ലേ, ഇന്ന ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയിരുന്നു, നല്ല സർവീസും കെയറും ഒക്കെ അവർ തരുന്നത്, വലിയ രീതിയിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റും കാര്യങ്ങളൊക്കെയാണ്, നിങ്ങൾ ഒന്ന് പോയി നോക്കുമെന്ന് പറയാറില്ലേ നമ്മള്? അതുപോലെ അപ്പൊ പബ്ലിക് റിലേഷൻ, നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിലെ റേഞ്ച് ഓഫ് ടോട്ടൽ പ്രോഗ്രാംസ്, അതായത് പ്രോഗ്രാംസ് ആയിക്കോട്ടെ, അവർ നൽകുന്ന സർവീസുകൾ ആയിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ട നല്ലൊരു എന്താണ് ഒരു ഇൻക്രീസ് അവയർനെസ്, പൊതുജനങ്ങളിലേക്ക് ഒരു അവബോധം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് സഹായകമാണ്. നെക്സ്റ്റ് വൺ, എൻഹാൻസ് ദ ഹോസ്പിറ്റൽ ഇമേജ്. നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന സ്ഥാപനമാണ്, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ ഇമേജ് അല്ലെങ്കിൽ പ്രതിച്ഛായ വർദ്ധിക്കാൻ സഹായിക്കുന്നുണ്ടല്ലോ. ഇമേജ് വർദ്ധിക്കോ? കൂടും. ക്ലിയർ ആവുന്നില്ല? ഇപ്പൊ ഓക്കെയാണോ? ഇപ്പൊ കേൾക്കാമോ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. ഓക്കെ,
ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഏത് പോയിന്റ് വരെയാണ് നോക്കിയത്? എൻഹാൻസ് ദ ഹോസ്പിറ്റൽ ഇമേജ് അല്ലെ, ഹോസ്പിറ്റലിലെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ആണ് അസിസ്റ്റിംഗ് റിക്രൂട്ട്മെന്റ് ആൻഡ് റിട്ടൻഷൻ ഓഫ് എംപ്ലോയീസ്. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? റിക്രൂട്ട്മെന്റ് നമുക്കിവിടെ നിയമനം നടത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ആ എംപ്ലോയീസിനെ അവിടെ റിട്ടൻഷൻ ചെയ്യാൻ, നിലനിർത്താനും സഹായിക്കുന്നുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത്? പബ്ലിക് റിലേഷൻ എന്ന് പറയുമ്പോൾ അവിടെ പബ്ലിക് എന്ന് പറയുന്നതില് അവിടുത്തെ എംപ്ലോയീസും വരുന്നില്ലേ? എംപ്ലോയീസ് ആണെങ്കിലും അവിടെ പബ്ലിക് ആണ് അല്ലെ. പബ്ലിക് റിലേഷൻ ഒരു സ്ഥാപനം കീപ്പ് ചെയ്യുന്നു പറയുമ്പോൾ അതിൽ എന്തുകൂടി ഉൾപ്പെടുന്നുണ്ട്? അവിടെ എംപ്ലോയീസിനോട് കൂടിയുള്ള ആ ഒരു എംപ്ലോയീസുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അവിടെ അത്തരത്തില് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന, എംപ്ലോയീസുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ അവിടെ എംപ്ലോയീസിനെ നിയമനം നടത്താൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? ഒരുപാട് ആളുകൾ വരും അല്ലെ. റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വരും. നമ്മളിപ്പോ ഒരു എന്തെങ്കിലും ഒരു പോസ്റ്റ് കണ്ടു എന്ന് വിചാരിക്കാം, നമ്മൾ അത് എന്ത് ചെയ്യാറുണ്ട്? ഇപ്പൊ നമ്മുടെ നെറ്റും കാര്യങ്ങളൊക്കെ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കാറില്ലേ? റിവ്യൂ നോക്കാറില്ലേ? നോക്കാറുണ്ടോ? നോക്കാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തില് നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക അല്ലെ. അപ്പൊ നമുക്ക് മിക്ക ആളുകൾക്കും ആ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യണമെന്നായിരിക്കും ആഗ്രഹം അല്ലെ. അതുപോലെ തന്നെ അവിടെ ആ ഒരു റിക്രൂട്ട്മെന്റിന് അപ്പൊ ഒരു ബുദ്ധിമുട്ട്, നിയമനം നടത്തണമെങ്കിൽ എത്ര പേർ, ഇഷ്ടം പോലെ ആളുകൾ ആ ഒരു നിയമനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ലഭ്യമാവും. അതുപോലെ തന്നെ അവിടെ നല്ലൊരു പബ്ലിക് റിലേഷൻ, ആ ഒരു എംപ്ലോയീസുമായിട്ട് നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ ആ നിയമിതരായിട്ടുള്ള എംപ്ലോയീസ് അവിടുന്ന് പിരിഞ്ഞു പോകണമെന്ന് പറയോ? നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് പോകുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ഇല്ല അല്ലെ. അവരവിടെ നിലനിന്ന് പോവാനായിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാനായിരിക്കും ശ്രമിക്കുക അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു സഹായം കൂടി പബ്ലിക് റിലേഷൻ വഴി നമുക്ക് കിട്ടുന്നുണ്ട്. എന്താണ്? അസിസ്റ്റന്റ് റിക്രൂട്ട്മെന്റ്, നിയമനവുമായി ബന്ധപ്പെട്ട സഹായങ്ങളായിക്കോട്ടെ, അവിടെ നിലവിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ നിലനിർത്താനായിട്ടും പബ്ലിക് റിലേഷൻ വഴി സാധിക്കുന്നുണ്ട്. Then next one ആണ് act as a foundation when unreal news about the hospital happens. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല് നമ്മൾ എപ്പോഴും പോകുന്ന, നമുക്ക് ഇഷ്ടമുള്ള ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് എന്താണ് ഒരു അൺറിയൽ ആയിട്ടുള്ള ന്യൂസ് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അതായത് ഒരിക്കലും യാഥാർത്ഥ്യമല്ലാത്ത, എന്താണ് ശരണ്യ വോയിസ് കട്ടാവുന്നോ? ഇടയ്ക്കിടയ്ക്കോ? ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ. ഇനി വരികയാണെങ്കിൽ ഒന്ന് മിസ്സിനൊന്ന് മെസ്സേജ് ചെയ്യണേ, ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ ശരി. അപ്പൊ നോക്കിയേ, ഇടയ്ക്ക് പോകുന്നുണ്ട് അല്ലെ, റേഞ്ച് എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. ഇനി വരികയാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ മിസ്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞ എന്താ? ആക്ട് ആസ് എ ഫൗണ്ടേഷൻ when unreal news about the hospital happen അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിനെ കുറിച്ച് എന്തെങ്കിലും അൺറിയൽ ആയിട്ടുള്ള ന്യൂസുകൾ, എന്താണ് അൺറിയൽ? യഥാർത്ഥ്യമല്ലാത്ത എന്തെങ്കിലും ന്യൂസസ് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കോ? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ വിശ്വസിക്കോ? ഇല്ല അല്ലെ. അപ്പൊ അത്തരത്തില് ഒരു അൺറിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ന്യൂസോ കാര്യങ്ങളോ ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് വന്നാലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ന്യൂസ് സംഭവിച്ചാലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ എതിർക്കാനായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു അടിസ്ഥാനമായിട്ട് ഒരു പബ്ലിക് റിലേഷൻ നിൽക്കുന്നുണ്ട്. ശരിയല്ലേ? ഭൂരിഭാഗം ആളുകളും അത് അത്തരത്തിലുള്ള ഒരു ന്യൂസ് ആണ്, അത് ഫേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞ് വിശ്വസിക്കില്ല. അപ്പൊ അതിനും ഇത് സഹായകമാണ്. അതുപോലെ ഇംപ്രൂവ് എംപ്ലോയി മൊറൽ, എംപ്ലോയീസിന്റെ മനോവീര്യം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. കാരണം എന്താ? നല്ലൊരു പബ്ലിക് റിലേഷൻ ഉള്ള ഒരു സ്ഥാപനമാകുമ്പോൾ പൊതുജനങ്ങളുമായിട്ടുള്ള ഒരു സമ്പർക്കവും കൂടുതലായിരിക്കും അല്ലെ.
അപ്പൊ ഒരുപാട് ആളുകളുമായിട്ട് ഇടപെടൽ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലൂടെ അവിടുത്തെ എംപ്ലോയീസിന്റെ മനോവീര്യം, അവരുടെ കോൺഫിഡൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെച്ചപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോ ഒന്നുകൂടി മിസ് പറയാം, നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ കേട്ടോ. പബ്ലിക് റിലേഷന്റെ ആവശ്യകതകൾ എന്താണ്, അതാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാല് ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടും അവിടുത്തെ എംപ്ലോയീസ്, അവിടെയുള്ള പ്രോഗ്രാംസ്, സർവീസുകൾ മുതലായവയുടെ ആ ഒരു വിസിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ദൃശ്യഭാരത, പൊതുജനങ്ങളിലേക്കുള്ള ആ ഒരു വിസിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ദൃശ്യഭാരത നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടെങ്കിൽ വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് പൊസിഷൻ ദ ഹോസ്പിറ്റൽ ആസ് എ ഹെൽത്ത് കെയർ ലീഡർ ആൻഡ് അതോറിറ്റി. ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റീജിയനിലുള്ള ആ ഒരു അവരുടെ ആരോഗ്യ സംരക്ഷണ നേതാവ്, അധികാരി എന്ന നിലയിലേക്ക് ഒരു ഹോസ്പിറ്റലിനെ പൊസിഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിനെ ആ സ്ഥാനത്തേക്ക് എത്തിക്കാനായിട്ട് നല്ലൊരു പബ്ലിക് റിലേഷൻ വഴി സാധിക്കുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ് ആ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള റേഞ്ച് ഓഫ് പ്രോഗ്രാംസുകളെ കുറിച്ചും അവര് നൽകുന്ന സർവീസുകളെ കുറിച്ചും ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു അവബോധം പൊതുജനങ്ങൾക്കിടയിൽ വർദ്ധിപ്പിക്കാനായിട്ട് പബ്ലിക് റിലേഷൻ സഹായിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നാലാമത്തെ പോയിന്റ് എൻഹാൻസ് ദ ഹോസ്പിറ്റൽ ഇമേജ്. ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ആ ഒരു പ്രതിച്ഛായ അല്ലെങ്കിൽ ആ ഒരു ഇമേജ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ അസിസ്റ്റിംഗ് റിക്രൂട്ട്മെന്റ് ആൻഡ് റിട്ടൻഷൻ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിനെ നിയമിക്കാനും അതുപോലെ തന്നെ അവിടെയുള്ള എംപ്ലോയീസിനെ അവിടെ നിലനിർത്താനും സഹായിക്കുന്നുണ്ട്. Then act as a foundation when unreal news about the hospital happens. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അൺറിയൽ ആയിട്ടുള്ള, യഥാർത്ഥ്യമല്ലാത്ത, ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകൾ വന്നാൽ പോലും ഒരിക്കലും ജനങ്ങൾ അത് വിശ്വസിക്കുന്നില്ല. കാരണം എന്താ, ആ ഒരു പബ്ലിക് റിലേഷൻ നല്ല രീതിയിൽ ഇവർ കീപ്പ് ചെയ്തത് കൊണ്ട് അതൊരു അടിസ്ഥാനമായിട്ട് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ആയിട്ട് അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. Then last point, improve employees morale. എംപ്ലോയീസ് അല്ലെങ്കിൽ ജീവനക്കാരുടെ മനോവീര്യം വർദ്ധിപ്പിക്കാനും നല്ലൊരു പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ വായിച്ചു കഴിയുമ്പോൾ അങ്ങ് റിപ്ലൈ ചെയ്യണേ. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഹോസ്പിറ്റൽ ആവാം, ഹോസ്പിറ്റലിനെ മാത്രം ബേസ് ചെയ്തല്ല കേട്ടോ. അവിടുത്തെ എംപ്ലോയീസ് ഉണ്ട്, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ട്, അവർ നൽകുന്ന പ്രോഗ്രാംസുകളായിക്കോട്ടെ, സർവീസുകളായിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ട ആ ഒരു വിസിബിലിറ്റി അല്ലെങ്കിൽ ആളുകളിലേക്ക് അതിനെ കൂടുതൽ അറിയാനായിട്ടും അത്തരത്തിൽ ആ ഹോസ്പിറ്റൽ അങ്ങനെയുണ്ട് അല്ലെങ്കിൽ അവിടെ ഉള്ള എംപ്ലോയീസിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അവിടെ നൽകുന്ന പ്രോഗ്രാമുകളെ കുറിച്ചും സർവീസുകളെ കുറിച്ചൊക്കെ ആളുകളിലേക്ക് കൂടുതൽ അറിയാനായിട്ടും ആളുകളിലേക്ക് എത്താനായിട്ടും നല്ലൊരു പബ്ലിക് റിലേഷൻ സഹായിക്കുന്നുണ്ട്. സിക്സ് പോയിന്റിൽ പറയുന്നത് ഇപ്പൊ ഒരു അൺറിയൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യമല്ലാത്ത അല്ലെങ്കിൽ ഒരു അവ്യക്തമായിട്ടുള്ളതോ ഫേക്ക് ആയിട്ടുള്ള വാർത്തകൾ ഒരു ഹോസ്പിറ്റലിനെതിരായിട്ട് വന്നു എന്ന് വിചാരിക്കും. അപ്പൊ നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ, നമ്മളാണെങ്കിലും നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ്, നമുക്ക് ഇഷ്ടമുള്ള ഒരു ഹോസ്പിറ്റലാണ്, അതിനെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് വന്നാൽ പോലും നമ്മൾ അത് വിശ്വസിക്കില്ല, ഇല്ലേ? അത്തരത്തില് ആളുകളുടെ മനസ്സിൽ എന്തുകൊണ്ടാണ് അത് വിശ്വസിക്കാത്തത്? ആളുകളുടെ മനസ്സിൽ ആ ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു മികച്ചൊരു ചിത്രമുള്ളത് കൊണ്ടാണ്, അല്ലെ? അവരങ്ങനെ ചെയ്യില്ല എന്നൊരു വിശ്വാസമുള്ളത് കൊണ്ടാണ്. സോ അത്തരത്തിലുള്ള ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു അടിത്തറ ഉണ്ടാക്കാനായിട്ട് ഈ പബ്ലിക് റിലേഷൻ വഴി സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയുണ്ട്? ഓക്കെ അല്ലേ? നെക്സ്റ്റ് അടുത്ത ഭാഗത്തേക്ക് പോവാണേ.
Next, methods of maintaining public relation in the community. കമ്മ്യൂണിറ്റിയില് പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ് അല്ലെങ്കിൽ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള മെത്തേഡുകളാണ്. അപ്പൊ ഈ മെത്തേഡുകളിലൂടെ നമുക്ക് കമ്മ്യൂണിറ്റിയുമായിട്ട് ഒരു ഹോസ്പിറ്റൽ നല്ലൊരു പബ്ലിക് റിലേഷൻ നിലനിർത്താൻ പറ്റും. അപ്പൊ അതില് there are mainly two methods. രണ്ട് മെത്തേഡുകളിലൂടെയാണ് നമുക്ക് പബ്ലിക് റിലേഷൻ നല്ല രീതിയിൽ നിലനിർത്താൻ പറ്റുക. ഒന്നാമത് ഓപ്പറേറ്റീവ് മെത്തേഡ്, സെക്കൻഡ് വൺ ആണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. ആ രണ്ട് മെത്തേഡുകളുടെയും പേരുകളൊക്കെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഓപ്പറേറ്റീവ് മെത്തേഡും കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡും. ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ അറിയാലോ, പ്രവർത്തനപരമായ രീതികൾ അല്ലെ. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താ, ആശയവിനിമയ രീതികൾ അല്ലെ. അപ്പൊ നല്ല പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ഒരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ? നല്ല പ്രവർത്തനങ്ങൾ നൽകിക്കൊണ്ട് പറ്റും അല്ലെ. അപ്പൊ നല്ല നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് പൊതുജനങ്ങൾക്ക് നൽകിക്കൊണ്ട് അതിലൂടെ നമുക്ക് ഒരു നല്ലൊരു പബ്ലിക് റിലേഷൻ പൊതുജനങ്ങളുമായി നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ആശയവിനിമയത്തിലൂടെ അല്ലെ. നല്ല ആശയവിനിമയത്തിലൂടെ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? പറ്റും അല്ലെ. ഈ രണ്ട് രീതികളാണ് പ്രധാനമായിട്ടും, ഈ രണ്ട് മെത്തേഡുകളാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയുമായിട്ട് ഒരു ഹോസ്പിറ്റലിന് നല്ലൊരു പബ്ലിക് റിലേഷൻ നിലനിർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡുകളാണിത്. ഫസ്റ്റ് വൺ ആണ് ഓപ്പറേറ്റീവ് മെത്തേഡ്, സെക്കൻഡ് വൺ ആണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. അത് എന്തൊക്കെയാണ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഇതിന്റെ ഉള്ളിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ ആണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്, ഓപ്പറേറ്റീവ് മെത്തേഡ്. എന്താണ് ഒരു ഓപ്പറേറ്റീവ് മെത്തേഡ്, അല്ലെങ്കിൽ പ്രവർത്തന രീതികൾ എന്നാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. അപ്പൊ ഇവിടെ ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാല് നല്ല പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് നല്ലൊരു പൊതുജന ബന്ധം അല്ലെങ്കിൽ പൊതുജനങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം നിലനിർത്താനായിട്ട് സാധിക്കും. സോ അത്തരത്തില് ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, these methods are basically related with every aspect of a hospital operation, including those that are performed by workmen such as telephone operator, inquiry office personnel, and admission office clerk. ഇവിടെ ഇത്ര മാത്രം മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇത് ഒരുപാട് ബൈഹാർട്ടൊന്നും ചെയ്യണ്ട. ഈ ഒരു ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ വശങ്ങളിലെയും എല്ലാ പ്രവർത്തനങ്ങളും ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒരിക്കലും അവിടുത്തെ ആ ഒരു നമ്മളുമായിട്ട് നേരിട്ട് ഇടപെടുന്ന ആളുകൾ ആയിരിക്കും, ഡോക്ടർ, നഴ്സസ് മുതലായ ആളുകളായിരിക്കും അല്ലെ. അവരുടെ പ്രവർത്തനങ്ങൾ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ കിട്ടുമോ? അവരുടെ പ്രവർത്തനങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കാറ്? അല്ല അല്ലെ. ഹോസ്പിറ്റലിൽ ആ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുന്നത് മുതല് നമ്മൾ അവിടെ നിന്ന് പോകുന്നത് വരെ നമുക്ക് ആരുടെയൊക്കെ സഹായങ്ങൾ ഓവറോൾ ആയിട്ടുള്ള പെർഫോമൻസ് അല്ലെ, അവിടെ നിന്ന് ആരുടെയൊക്കെ പ്രവർത്തനങ്ങൾ വഴിയാണോ നമുക്ക് സഹായങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങളും. തേർഡ് മോഡ്യൂളാണ്. എന്താണ് ഷീജ, ഇപ്പൊ കയറുന്നേ ഉള്ളോ? കയറിയുള്ളൂ ഷിജ? ഓക്കെ, ഗ്രൂപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, സിലബസും കാര്യങ്ങളും ഒക്കെ കിട്ടിക്കാണുമല്ലോ അല്ലെ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ, ഇപ്പൊ ഹോസ്പിറ്റലിന്റെ എല്ലാ വശങ്ങളിലുമുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനത്തില് അല്ലെ. അപ്പൊ ഇവിടെ ഒരിക്കലും അവിടെ പെർഫോംഡ് വർക്ക്മെൻസ് ഇപ്പൊ ഒരു ടെലിഫോൺ ഓപ്പറേറ്റർ ആയിരിക്കാം, ഒരു ഇൻക്വയറി ഓഫീസ് പേഴ്സണൽ ആയിരിക്കാം, ഒരു അഡ്മിഷൻ ഓഫീസ് ക്ലർക്ക് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ വശവും അപ്പൊ നമ്മളുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് വരുന്ന ഡോക്ടറോ നഴ്സോ മുതലായവരുമായി ബന്ധപ്പെട്ട പെർഫോമൻസ് മാത്രമല്ല, അല്ലാതെ ഹോസ്പിറ്റലിന്റെ എല്ലാ വശങ്ങളിലുമുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ ഓപ്പറേറ്റീവ് മെത്തേഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ക്ലിയർ ആണല്ലോ? Then all those maintaining contact with patients as well as those working behind the screen share the same burden. അവിടെ ആ ഒരു പേഷ്യൻസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ആളുകൾ മാത്രമല്ല അവിടെ ആ ഒരു സെയിം എന്താണ് ആ ഒരു പ്രവർത്തനങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത്. അതല്ലാതെ കർട്ടന് പിന്നിൽ അല്ലെങ്കിൽ സ്ക്രീനിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ടോ? നമ്മൾ കാണുന്ന ആളുകൾ കുറവാണ് അല്ലെ. അല്ലാതെയും നമുക്കൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ നേരിട്ട് കാണുന്ന നഴ്സസോ അല്ലെങ്കിൽ ഡോക്ടേഴ്സോ മുതലായ ആളുകൾ മാത്രമല്ല അല്ലെ. ബാങ്ക് ഓഫീസ് പോലെയുള്ള ഒരുപാട് സെക്ഷനുകൾ അവിടെയുണ്ട്. അപ്പൊ അവിടെ ഇരുന്നുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളുടെയും കൂടി റിസൾട്ട് അല്ലേ നമുക്ക് കിട്ടുന്നത്?
ശരിയല്ലേ? അപ്പൊ അവര് നല്ല രീതിയിൽ കൂടി പെർഫോം ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. ശരിയല്ലേ? അപ്പൊ ഇവിടെ ആ ഒരു എപ്പോഴും അപ്പൊ ഇവിടെ നല്ലൊരു പെർഫോമൻസ് അല്ലെങ്കിൽ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കണമെങ്കിൽ ഒരു ഹോസ്പിറ്റലില് ആ പേഷ്യൻസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ആളുകൾ മാത്രമല്ല, സ്ക്രീനിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഒരേ സെയിം ബർഡൻ അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള ഒരു ഭാരം എന്ത് ചെയ്യുന്നുണ്ട്, അവരും പങ്കിടുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഹോസ്പിറ്റലിന്റെ എല്ലാ വശങ്ങളിലുമുള്ള എല്ലാ പ്രവർത്തനങ്ങളും എന്തിൽ ഉൾപ്പെടുന്നു? ഓപ്പറേറ്റീവ് മെത്തേഡിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ എല്ലാ പ്രവർത്തനങ്ങളും അത് ഹോസ്പിറ്റലിന്റെ ഏതൊരു മേഖലയിലും എല്ലാ പ്രവർത്തനങ്ങളും മികച്ചതാവുമ്പോഴാണ് നല്ലൊരു ഓപ്പറേറ്റീവ് മെത്തേഡിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വരുന്ന പേഷ്യൻസിന് നല്ല പ്രകടനങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാനും സാധിക്കുള്ളൂ. ക്ലിയർ ആയോ? അത് പേഷ്യൻസുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റിൽ വരുന്നവര് മാത്രമല്ല, അല്ലാതെ കട്ടിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സ്ക്രീനിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ബാക്ക് ഓഫീസ് പോലെയുള്ള രീതിയിൽ നമ്മൾ കാണാത്ത ആളുകൾ കൂടി ഒരേ ഭാരം അതിനു വേണ്ടി വഹിക്കുന്നുണ്ട്. അത് ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി the three fundamental components of a community operation. ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി 3 അടിസ്ഥാന ഘടകങ്ങളാണ് പറയുന്നത്. 3 fundamental components. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. 3 fundamental components of community operation. കമ്മ്യൂണിറ്റിയില് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തന ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടി 3 അടിസ്ഥാനപരമായ 3 കമ്പോണൻസ് അല്ലെങ്കിൽ ഘടകങ്ങൾ വളരെ പ്രധാനമാണ്. അതിൽ ഒന്നാമത്തതാണ് ജോയ്ഫുൾ. ഇതൊക്കെ നമ്മൾ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ ഒന്നാമത്തെ പോയിന്റ് ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ. എന്താണ്? നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമല്ലേ ഇത്? നമ്മളോട് വളരെ സന്തോഷകരമായിട്ട് വളരെ മാന്യമായിട്ടുള്ള ഒരു പെരുമാറ്റം ആഗ്രഹിക്കാറുണ്ടോ? ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ. നമ്മൾ നല്ല മാന്യതയോടുകൂടി നമ്മളോട് പെരുമാറുക, സന്തോഷപരമായിട്ട് നമ്മളോട് പെരുമാറുക, അത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ? അതൊന്നാമത്തെ കാര്യം. അതിലൂടെ നല്ലൊരു പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനമാണ് ഈ പറയുന്നത്. അപ്പൊ ഒന്നാമത് തന്നെ പേഷ്യൻസ് ചെല്ലുമ്പോൾ അവരോട് നല്ല രീതിയിൽ വളരെ മാന്യമായിട്ട് സന്തോഷമായിട്ട് എന്ത് ചെയ്യുക, പെരുമാറുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്. വളരെ വേഗതയേറിയതും കാര്യക്ഷമവുമായിട്ടുള്ള ചികിത്സ നമുക്ക് തരിക എന്നുള്ളത്. ശരിയല്ലേ? ചില ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിരുന്നാലാണ് ഡോക്ടറെ തന്നെ ഒന്ന് കാണാൻ പറ്റുക അല്ലെ? അത് കഴിഞ്ഞ് എന്തോരം വെയിറ്റ് ചെയ്തിരുന്നാലാണ് നമുക്ക് ഫാർമസിയിൽ നിന്ന് മരുന്നോ കാര്യങ്ങളോ വാങ്ങിച്ച് നമുക്ക് വീട്ടിൽ വരാൻ പറ്റുക അല്ലെ? അങ്ങനെയൊന്നും അല്ല. എളുപ്പത്തിൽ വളരെ കാര്യക്ഷമതയോടുകൂടി വേഗതയോടുകൂടിയും നമുക്ക് ചികിത്സകൾ നൽകുക എന്നുള്ളത്. മൂന്നാമത്തത് ക്ലിയർ എൻവയോൺമെന്റ് ആൻഡ് വെൽ അപ്പിയറൻസ് ഓഫ് ദി വർക്കേഴ്സ്. എന്താണ്? വളരെ വൃത്തിയുള്ള ഒരു അന്തരീക്ഷം ഇല്ലേ? ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ അവിടെ നമുക്ക് വളരെ വൃത്തിയുള്ള ഒരു അന്തരീക്ഷം, അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു വർക്കേഴ്സ്, അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെയൊക്കെ ആ ഒരു അപ്പിയറൻസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു നല്ല രീതിയിലുള്ള ആ ഒരു രൂപം ഒക്കെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് ഫീലിംഗ് തരുന്നുണ്ട്. ശരിയല്ലേ? അപ്പൊ ഈ 3 ഘടകങ്ങളും അല്ലെങ്കിൽ ഈ 3 ഫണ്ടമെന്റൽ കമ്പോണൻസ് ആണ് ഒരു കമ്മ്യൂണിറ്റി ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഫണ്ടമെന്റൽ കമ്പോണൻസ് ആണ് ഇത്. അപ്പൊ നല്ല പ്രവർത്തനങ്ങളുടെ ഈ 3 അടിസ്ഥാനമായ ഘടകങ്ങൾ നിർബന്ധമായിട്ടും ആ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരിക്കണം എന്നാ പറയുന്നത്. അപ്പൊ ഒന്നാമത്തത് ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മാന്യമായ പെരുമാറ്റം തരണം. അതുപോലെ രണ്ടാമത്തത് ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്. വേഗതയേറിയതും കാര്യക്ഷമവുമായിട്ടുള്ള ഒരു ചികിത്സ നമുക്ക് ലഭ്യമാക്കണം. മൂന്നാമത്തത് ക്ലിയർ എൻവയോൺമെന്റ് ആൻഡ് വെൽ അപ്പിയറൻസ് ഓഫ് ദി വർക്കേഴ്സ്. അവിടെ നല്ലൊരു വൃത്തിയുള്ള ഒരു അന്തരീക്ഷവും അതുപോലെ തന്നെ വർക്കേഴ്സിന്റെ ഒക്കെ നല്ലൊരു അപ്പിയറൻസും നമുക്ക് കിട്ടിയിരിക്കണം. ഇതിലൂടെയൊക്കെ നമുക്ക് അവിടെ ആ ഒരു ഹോസ്പിറ്റലുമായിട്ട് നല്ല പ്രവർത്തനങ്ങൾ ഹോസ്പിറ്റലിൽ തരുന്നു എന്നുള്ളൊരു ഫീലിങ്സ് നമ്മളിലേക്ക് എത്തിക്കാനും നല്ലൊരു പബ്ലിക് റിലേഷൻ അതിലൂടെ ഉണ്ടാക്കിയെടുക്കാനും ആ ഒരു സ്ഥാപനത്തിന് കഴിയുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കാട്ടെ അവിടെ വരെ. ആ 3 ഒന്ന് നോട്ട് ചെയ്യണേ, ചോദിക്കാറുണ്ട് കേട്ടോ.
വായിച്ചോ? ക്ലിയർ ആണോ അവിടെ വരെയും? മിസ് ഇന്ന് ഇവിടെ വരെയും എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് നമുക്ക് അടുത്ത ഭാഗത്ത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ അടുത്ത ഭാഗം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമയം ടൈം കഴിയാറായി. അപ്പൊ നെക്സ്റ്റ് ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ഇന്നെടുത്ത ഭാഗം വരെയും നിർബന്ധമായിട്ടും ഇന്ന് വായിക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് വരുമ്പോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.